ഒരുപാട് നാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒട്ടും കട്ടയൊന്നും കെട്ടാതെ നല്ല തരിതരിയായിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണേ. മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചിരകിയെടുത്തേക്കുന്നതാണേ. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി, ഒരു ചെറിയ കഷ്ണം കായം. പൊടിച്ച കായമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉപ്പിടുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. 15 അല്ലി ചെറിയ ഉള്ളിയും ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും 10 ചെറിയ അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായി കട്ട് ചെയ്തതാണേ. അതും ഒരു 10 വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാമേ. കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പുളി കട്ടയായിട്ട് കിടക്കുവാണെങ്കിൽ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണമേ. ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തേങ്ങയൊന്നും കരിഞ്ഞു പോകാതെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചൂടെല്ലാം മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാമേ. നമ്മളെടുക്കുന്ന മിക്സിയുടെ ജാറിലും ഇട്ട് വയ്ക്കുന്ന ടിന്നിലൊന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതെല്ലാം നല്ലതുപോലെ തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ടേ. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇത് കുറേ നാൾ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.